ഇന്നൊരു ചെത്ത് മാങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല പച്ച മാങ്ങ വേണം, ഒട്ടും ഞെങ്ങാത്ത നല്ല പച്ചയായിട്ട് മാങ്ങ എടുക്കുക. ഞാൻ ഇവിടെ ഒരു 3 മാങ്ങയായിട്ട് എടുത്തേക്കുന്നത്. അതിൻ്റെ നന്നായി കഴുകി നന്നായിട്ട് വെള്ളം പോകണം, നല്ലോണം കഴുകി നല്ലോണം തുടച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെത്തണം കേട്ടോ. ചെത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാമ്പ് വേണ്ട, കുറച്ച് കാമ്പും ബാക്കി തൊലിയും കൂടിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ എടുക്കുക. ഇതേപോലെ ഇതേ ഷേപ്പിലാണ് വരിക അത് ചെത്തുമാങ്ങയും. അപ്പോൾ ഇങ്ങനെ ചെത്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ ഉൾഭാഗത്ത് നല്ലോണം കാമ്പ് ഉണ്ടാവുമല്ലോ, ഇതേപോലെ കിട്ടും. ഈ കാമ്പ് നമുക്ക് കൂട്ടാനൊക്കെ വയ്ക്കാം, ചമ്മന്തി അരയ്ക്കാം, അങ്ങനെ പലതിനും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 3 മാങ്ങയും ഇതുപോലെ ചെത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാമ്പുണ്ട്, അത് വെള്ളരിക്ക മാങ്ങയോ കുമ്പളങ്ങ മാങ്ങയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് ഉപ്പ്, ആവശ്യത്തിന് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം. ഈ ഉപ്പ് മാങ്ങ കഷ്ണങ്ങളെല്ലാത്തും ആവണ പോലെ നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക. 1-2 മണിക്കൂർ മാറ്റി വെച്ചാൽ കുറച്ച് വെള്ളം വരും. പിന്നെ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഒഴിച്ചു കൊടുത്ത്. അത് കുറച്ച് മാങ്ങയല്ലേ ഉള്ളൂ, അതനുസരിച്ച് നമ്മൾ എണ്ണ എടുക്കണം. അപ്പോൾ നല്ലെണ്ണ അത് ഒഴിച്ചു കൊടുത്ത് നമ്മളത് നല്ലോണം ചൂടാക്കണം കേട്ടോ. നല്ലോണം ചൂടാക്കിയിട്ട് അത് ആവി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒരുവിധം കുറച്ച് ചൂടാറിയതിന് ശേഷം, അപ്പോൾ ഇത് കുറച്ച് ചൂടാറുക, അല്ലാതെ വല്ലാതെ ചൂടാറരുത്. കുറച്ച് ചൂട് വേണം, നമ്മുടെ മസാല മൂക്കാനുള്ള ചൂട് വേണം. 1 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള നല്ല മുളക് പൊടി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പ് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചൂടുണ്ട് അത്യാവശ്യം നമ്മുടെ നല്ലെണ്ണയ്ക്ക്. അപ്പോൾ നല്ല മണം വരും. നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, നമ്മൾ മുറിച്ച് വെച്ച് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ചൂടാറിക്കോട്ടെ കേട്ടോ. ചൂടോടെ പിന്നെ മാങ്ങ വേവില്ലേ, അത് കാരണം നല്ലോണം ചൂടാറിയതിന് ശേഷം ആ മസാല നമ്മൾ ആ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും, അത് മാറ്റൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മസാല ആക്കിയ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വയ്ക്കുക. നല്ലോണം ഇളക്കി മസാല എല്ലാ ഭാഗത്തും ആവണ പോലെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഒട്ടും ചൂട് പാടില്ല കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ മാങ്ങയുടെ സ്വാദും പോവും, ചിലപ്പോൾ വേഗം കേട് വരാനും സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് അല്ല ഭരണിയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. ഇനി എല്ലാവരും അത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.